എല്ലാവർക്കും നമസ്കാരം. ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ സംസാരം ഞാൻ കേൾക്കുന്ന രണ്ടാമത്തെ പരിപാടിയാണ്. ആദ്യം ഈ പുസ്തകം പ്രകാശനം നടക്കുന്ന വേളയിൽ ഇതിനെക്കുറിച്ചൊരു ചർച്ചയുണ്ടായി. പുസ്തകത്തിൻ്റെ ഘടനയെക്കുറിച്ചും ഉള്ളടക്കത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശാലമായി വിശദമായി അടാട്ട് മാഷ് സംസാരിച്ചു കഴിഞ്ഞു. അപ്പം ഞാനും പുസ്തകം വായിച്ച് ഓരോ അധ്യായത്തിലും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവർത്തനമാവും. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അടാട്ട് മാഷ് അവസാനം പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം. സന്യാസം ആണ് അല്ല തെറ്റാണെന്ന് പറഞ്ഞില്ല, സന്യാസമാണ് എന്ന് പറഞ്ഞു. ഞാൻ ഉദ്ദേശിക്കുന്നത് കേസ് അത് ഉപയോഗിച്ചിട്ടുള്ളത് സംന്യസിക്കുക എന്ന അർത്ഥത്തിൽ, എല്ലാം ത്യജിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് സന്യാസം എന്ന് തന്നെ പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സന്യാസം എന്ന വാക്കിനർത്ഥം ലോക വ്യാപാരങ്ങളെ ഉപേക്ഷിക്കൽ, സകലവും സന്ധ്യജിച്ചുകൊണ്ടുള്ള ഇരിപ്പ്, ബ്രഹ്മധ്യാനം എന്നൊക്കെയാണ്. നിഷ്കാമകർമ്മം ചെയ്യുന്ന സാധന ചതുഷ്ടയ സമ്പന്നന്മാർ, അവരാണ് സന്യാസികൾ. ഇപ്പം നമ്മൾ സന്യാസി എന്ന് പദം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങൾ പലതാണ്. അടുത്തിടെ നമ്മൾ പല സന്യാസിമാരെയും വസ്ത്രമില്ലാതെയും വസ്ത്രമുടുത്തുകൊണ്ടും ഒക്കെ കുളിക്കുന്നത് നമ്മൾ കണ്ടു. അതും സന്യാസിമാരാണ്. അത് അനേക വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പരമ്പരയുടെ ഇങ്ങേയറ്റത്തെ കണ്ണികളാണ്. മുമ്പൊക്കെ നമ്മുടെ കേരളത്തിൽ അതിന് വലിയ പ്രചരണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് തന്നെ ഒരു സ്വാമി, ഒരു മഹാമണ്ഡലേശ്വർ, ഈ വാക്കുകളൊക്കെ പഠിത്താണ് നമ്മൾ കേട്ടു തുടങ്ങിയത്. അഖാഡ, മഹാമണ്ഡലേശ്വർ എന്നൊക്കെയുള്ള പദങ്ങൾ. അപ്പോൾ ഒരു മഹാമണ്ഡലേശ്വർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖം വളരെ കാര്യമായിട്ട് പ്രചരിക്കുന്നുണ്ട്. ഈ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് ഈ സന്യാസിമാരിൽ തന്നെ രണ്ട് തരം ഉണ്ടെന്നാണ്. ഒന്ന്, ശാസ്ത്രജ്ഞാനമാർഗം സ്വീകരിച്ച് നേരത്തെ പറഞ്ഞ മഠങ്ങളിലൊക്കെ താമസിച്ച് ആളുകൾക്ക് വിദ്യ പകർന്നു കൊടുക്കുന്ന സന്യാസിമാർ. രണ്ടാമത്തെ വിഭാഗം സാധന പദത്തിലൂടെ സഞ്ചരിച്ച് ധർമ്മത്തെ സംരക്ഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുള്ളവരാണ്. അപ്പോൾ ഈ അഖാഡകളിലുള്ള ഈ 13 അഖാഡകളാണുള്ളത്. ഈ 13 അഖാഡകളിൽ 7 എണ്ണത്തിലുമുള്ള സന്യാസിമാരുടെ പ്രധാന കർത്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മ സംരക്ഷണമാണ്. അപ്പം അദ്ദേഹം പറയുന്നത്, ധർമ്മത്തിന് ച്യുതി വരുമ്പോൾ അവതാരങ്ങൾ ഉണ്ടാകുന്നത് പോലെ ധർമ്മത്തിന് ച്യുതി വരുമ്പോൾ അതിനെ പുനഃസ്ഥാപിക്കാൻ നിയോഗിക്കപ്പെട്ട വർഗമാണ് അവരെ. ശാസ്ത്രധാരികളായ സന്യാസിമാരല്ല, നേരെ മറിച്ച് ശസ്ത്രധാരികളായ സന്യാസിമാരാണ്. വേണ്ടി വന്നാൽ ആയുധമെടുത്ത് പ്രയോഗിച്ചുകൊണ്ട് ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വെമ്പി ഇറങ്ങിയിട്ടുള്ള സകലവും ത്യജിച്ചവരാണ് അവർ. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ വിശിഷ്യ ധർമ്മത്തിന് ച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോൾ നേരത്തെ നമ്മുടെ
MLA പറഞ്ഞതിൽ നിന്നും അടാട്ട് മാഷ് പറഞ്ഞതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം കേരളത്തിൽ അതിൻ്റെ നേതൃത്വം നൽകിക്കൊണ്ട് ധർമ്മസംസ്ഥാപനം നടത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ടുള്ള ആളാണ് ഈ മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്നത്. അപ്പം ഇത്തരം സന്യാസി പാരമ്പര്യവും ആണ് പുതിയ സന്യാസി പാരമ്പര്യം. അദ്ദേഹം അവകാശപ്പെടുന്നത് 100 വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരക്കരയിലെ ആശ്രമം ഇതിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടുള്ളതാണ്. അവരുടെ ചരിത്രം പറയുന്നത് ദത്താത്രേയൻ്റെ സേനയാണ് അവർ. ദത്താത്രേയൻ എന്നുള്ള സങ്കല്പം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ഒരുമിച്ചുള്ള അവതാരം എന്നുള്ള രീതിയിലാണ്. അപ്പം ഇതൊക്കെ പറയുമ്പോൾ ഒരു പ്രശ്നം വരുന്നത് ഈ കാലഘട്ടങ്ങൾ, ഇവർ പഴക്കം പറയുമ്പോൾ ഏത് കാലത്തുണ്ടായതാണ് എന്ന് അത്ര ചിന്തിക്കുന്നില്ല. നിറയെ വൈരുദ്ധ്യങ്ങളാണ്. നേരത്തെ അടാട്ട് മാഷും ആ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. കേസിൻ്റെ പുസ്തകം വിലയിരുത്തുമ്പോൾ പുസ്തകം വിവേകാനന്ദൻ്റെ ചിന്തയുടെ സർഗാത്മക സന്യാസം ഏത് നിലയിലായി എന്ന് പരിശോധിക്കാനുള്ള ശ്രമമാണ്. അതിൻ്റെ തലവാചകം സൂചിപ്പിക്കുന്നത് പോലെ എല്ലാ അധ്യായങ്ങളും തുടർച്ചയായ അധ്യായങ്ങളല്ല. അതെനിക്കറിയാം, കാരണം ഇതിലെ ചില അധ്യായങ്ങളെങ്കിലും ഞാൻ മുമ്പ് വായിച്ചിട്ടുള്ളതാണ്. ഒരു തുടർച്ചയായ ഒരു പുസ്തകം എന്ന ഘടനയിലല്ല കെ സദാനന്ദൻ പറഞ്ഞു വയ്ക്കുന്നത്. പലപ്പോഴും പ്രസംഗിക്കുന്നതിനും പല പ്രബന്ധങ്ങളായി അവതരിപ്പിക്കാനുമൊക്കെ വേണ്ടി ചെയ്തിട്ടുള്ള പ്രബന്ധങ്ങളാണ് 6 എടുത്തിട്ട് ഒരുമിച്ച് പുസ്തകമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ അധ്യായവും ഉപവിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ആവർത്തനം നല്ലപോലെ വന്നിട്ടുണ്ട്. അതൊരു പ്രസംഗ രീതിയിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുള്ളതായതിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം, അതെന്തോ ആവട്ടെ. അപ്പം ആ രീതിയിൽ ഒരു സന്യാസം സ്വീകരിച്ചൊരു വ്യക്തി സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് സമൂഹത്തിൻ്റെ പുരോഗമനപരമായ മാറ്റത്തിന് ശ്രമിച്ചു എന്ന് സ്ഥാപിക്കലാണ് ഏറ്റവും വലിയ ഒരു ദൗത്യം എന്ന് നമുക്ക് കരുതാം. അപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്നോട് ഒരാൾ ചോദിച്ചത് KS സദാനന്ദൻ എന്നാണ് ഈ SFIയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ വിട്ട് സംഖ്യയായി തീർന്നത് എന്ന് ചോദിച്ചു. അതിന് കാരണം ഈ പുസ്തകമാണ്. KS സദാനന്ദൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനം തൃശ്ശൂർ നടക്കുന്ന സന്ദർഭത്തിലാണ് ചോദിച്ചത്. ഇത് തന്നെയാണ്, എങ്ങനെയാണോ വിവേകാനന്ദൻ ഇവിടുത്തെ വർഗീയവാദികളുടെ പ്രധാനപ്പെട്ട അടയാളമായി മാറിയത്, ആ അടയാളത്തെ അതിലെ പുരോഗമനപരമായ അംശങ്ങളെ അടർത്തിയെടുത്തുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ പാരമ്പര്യത്തെ വായിച്ചെടുക്കാം അതിനുള്ളൊരു ശ്രമമാണ് ഈ പുസ്തകത്തിലൂടെ സദാനന്ദൻ നടത്തുന്നത്. നേരത്തെ അടാട്ട് മാഷ് സൂചിപ്പിച്ചതുപോലെ ഇതിലെ ചില വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. ചില സ്ഥലങ്ങളിൽ ഈ പുസ്തകത്തിൽ സദാനന്ദൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് സ്വാമിക്ക് നേരെ ഉണ്ടായ വിമർശനങ്ങൾ. അവിടെ പിന്നെ സദാനന്ദൻ മൗനം പാലിക്കുകയാണ്. ആ വിമർശനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സദാനന്ദൻ അവിടെ ശ്രമിക്കുന്നില്ല. കാരണം അദ്ദേഹം ഈ പുസ്തകത്തിൽ കൂടുതൽ ഭാഗത്തും എന്താണ് വിവേകാനന്ദന് പറയാനുള്ളത് എന്നാണ് പറയുന്നത്. അത് മതത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ചില നിലപാടുകളുടെ കാര്യത്തിലായാലും ശരി, ചാതുർവർണ്ണത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ത്രിഗുണങ്ങളുടെ കാര്യത്തിലായാലും ശരി, ഈ നിലപാടുകൾ ശരിയല്ല എന്ന ബോധ്യം പുസ്തക രചയിതാവിനുമുണ്ട്. അതിൽ പിന്നെ ശരി എന്താണ് എന്നുള്ള അന്വേഷണം നടത്താൻ എനിക്ക് തോന്നുന്നത് സദാനന്ദൻ അത് വീണ്ടും വേറെ പുസ്തകങ്ങളിലൂടെ വേണമെങ്കിൽ ശ്രമിക്കുമായിരിക്കും. അന്നത്തെ പരിതസ്ഥിതിയും സാമൂഹ്യ വ്യവസ്ഥയും അന്ന് നിലവിലിരുന്ന മറ്റ് പുരോഗമന പ്രസ്ഥാനങ്ങളും ഏത് രീതിയിലാണ് ഇതിനെയൊക്കെ കണ്ടിരുന്നത് എന്ന് അറിയുക കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്, പ്രശ്നം എന്ന് ഞാൻ പറയുന്നില്ല, ഒരു പുസ്തകം ഏത് രീതിയിലായിരിക്കണമെന്ന് ആ ഗ്രന്ഥകർത്താവാണ് തീരുമാനിക്കുന്നത്. പക്ഷെ പുസ്തകം പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ തീരുമാനിക്കുന്നത് വായിക്കുന്നവനാണ്. ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അന്നത്തെ ഇന്ത്യയിലെ മറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനങ്ങളെക്കുറിച്ച്, മറ്റ് ആശയ സംഹിതകളെക്കുറിച്ച് പലപ്പോഴും അതിലൊരു
വിലയിരുത്തലുകൾ ഒരു താരതമ്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ സേനാപതി, സന്യാസിയുടെ പ്രധാനി സേനാപതി ആയിക്കൊണ്ടിരിക്കുന്ന ഈ വർത്തമാനകാലത്തിൽ എന്തുകൊണ്ടും ഒരു സന്യാസിയെ ഈ രീതിയിൽ വാദത്തിൻ്റെ വക്താവായി അതിൽ നിന്ന് നമുക്ക് സ്വാംശീകരിക്കാനുള്ള വശങ്ങളെക്കുറിച്ച് അടർത്തിയെടുക്കാനുള്ള ഒരു ശ്രമം ഈ പുസ്തകത്തിൽ നമുക്ക് കാണാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം? ഈ വൈരുദ്ധ്യം എന്ന് പറയുന്നത് വിവേകാനന്ദ ദർശനത്തിൻ്റെ മാത്രം വൈരുദ്ധ്യമല്ല. അടാട്ട് മാഷ് ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ഒരു സാരാംശം കൂടി അതിലുണ്ട്. ഏറ്റവും അവസാനം പറഞ്ഞ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആശയവാദത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആത്മീയവാദത്തിൻ്റെ അടിസ്ഥാന വൈരുദ്ധ്യം തന്നെയാണ്. ഒരു ഭാഗത്ത് നാം കാണുന്ന, നാം അനുഭവിക്കുന്ന ഈ ലോകത്തെ, വ്യാവഹാരിക ലോകത്തെ നിഷേധിക്കുകയും മറ്റൊരു തരത്തിൽ അതിനെ അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഇന്ത്യയുടെ ആശയവാദത്തിൻ്റെ അല്ലെങ്കിൽ ആത്മീയവാദത്തിൻ്റെ ഒരു വൈരുദ്ധ്യം തന്നെയാണ്. അതിൻ്റെ ഒരു പ്രധാന ന്യൂനതയും അതാണ്. ആ വൈരുദ്ധ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വിവേകാനന്ദൻ എന്നല്ല ഏത് തരം ആത്മീയവാദിക്കും സാധ്യമല്ല. കാരണം ആത്മീയവാദിയും ജീവിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആ ആത്മീയവാദം രണ്ട് തരത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ ആത്മീയവാദം എന്ന് പറയുന്നത് എന്താണ്? പലപ്പോഴും നമ്മൾ മതവാദത്തെയാണ് ആത്മീയവാദം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സംശയിക്കാറുണ്ട്. ഈ മതവും ആത്മീയതയും രണ്ടും രണ്ടാണ് എന്ന് പല സ്ഥലത്ത് പറയുകയും അതേ സമയത്ത് തന്നെ മതം എന്നത് മനുഷ്യന് നൽകുന്ന സാന്ത്വനത്തെയും സമാശ്വാസത്തെയും കുറിച്ചൊക്കെ പറയുകയാണ്. അപ്പം മതം നൽകുന്നത് ആത്മീയതയാണോ അതോ ആത്മീയത മതത്തിന് മുകളിലാണോ എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. ഞാൻ അധിക നേരം സംസാരിക്കുന്നില്ല, കാരണം പ്രധാനപ്പെട്ടൊരു സംസാരം കഴിഞ്ഞു, മറ്റു പലരും സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇത്തരം അനവധി പ്രശ്നങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിൽ ഈ പുസ്തകം, ഞാൻ വിവേകാനന്ദൻ്റെ ദർശനത്തെയും വിവേകാനന്ദൻ്റെ ദർശനത്തിൻ്റെ സാധ്യതകളെയും മുന്നോട്ട് വയ്ക്കുന്നതോടൊപ്പം തന്നെ അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് നമുക്ക് തുടർന്ന് പഠനം നടത്തേണ്ടുന്ന അനവധി സാധ്യതകളെ കൂടി ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നു. നിർത്തും. അടുത്ത സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ വി എൻ സുജിത്തിനെ ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സമയം കുറേ വൈകിയിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ അകത്തളത്തിലേക്ക് കാര്യമായി ഞാൻ കടക്കുന്നില്ല. ഇവിടെ ധർമ്മരാജമാഷും ഉണ്ണേട്ടനടക്കമുള്ള ആളുകൾ ഇവിടെ സവിസ്തരം പ്രതിപാദിച്ചതാണ്. സദസ്സിൽ നിന്നടക്കം നിരവധി സംസാരത്തിന് തയ്യാറായി നിൽക്കുന്ന ആളുകളുണ്ട്. അതിനുള്ള അവസരം കൂടിയുണ്ട്. ഞാൻ ഈ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ, ഈ പുസ്തകത്തിൻ്റെ വായനയിലേക്ക് കടക്കുമ്പോൾ പ്രത്യേകമായി നമുക്ക് തോന്നിയ ഒരു കാര്യം, തീർച്ചയായും ഈ പുസ്തക പ്രകാശനം നടത്തുന്ന ഡിസംബർ മാസത്തിലെ പ്രസക്തിയല്ല ഇന്ന് ഏപ്രിൽ മാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ. അതിൻ്റെ വായനയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സാമൂഹികമായ രീതിയിൽ ഇന്നത്തെ വളരെ വലിയ രീതിയിലുള്ള, അതായത് ഭീകരമായ രീതിയിലേക്ക് ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയെ ഇന്ത്യൻ ഭരണാധികാരികൾ കൊണ്ടുപോകുന്നതിൻ്റെ, തികച്ചും വർഗീയ നിലപാടുകളിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ആ പ്രസക്തി നമുക്ക് ഇതിൽ നിന്നും കണ്ടറിയാൻ കഴിയും. എന്തുകൊണ്ട് വിവേകാനന്ദനെ പോലെയുള്ള ആളുകളെ അത് വർഗീയ അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ മാത്രമായ ഒരു നേതാവായി മാറി എന്ന് ചിന്തിക്കാൻ കഴിയാവുന്ന രീതിയിലേക്കുള്ള നിരവധി ആശയങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ധർമ്മരാജ മാഷടക്കം സൂചിപ്പിച്ചത്, തികച്ചും ഈ കാലഘട്ടത്തിലെ വലിയ രീതിയിലുള്ള പ്രസക്തി ആ പുസ്തകത്തിനകത്തുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതാണ്, വെട്ടിമാറ്റലുകളാണ് പലതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ അകത്തളത്തിലേക്ക്
ഒരുപക്ഷെ സഞ്ചരിക്കുമ്പോൾ വെട്ടിമാറ്റുന്നതിന് പകരം വിവേകാനന്ദൻ സർഗാത്മക സന്യാസത്തിൻ്റെ ശില്പി എന്ന് പറയുന്ന അവിടെ എന്തുകൊണ്ട് സ്വാമി എന്ന് എഴുതിയില്ല എന്ന ചോദിക്കുന്ന രീതിയിലേക്ക് വരാനുള്ള സാധ്യതകൾ ഈ കാലഘട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്തായാലും ഗ്രന്ഥകർത്താവിൻ്റെ ആശയങ്ങൾ നല്ല രീതിയിൽ തന്നെ സ്വാമി വിവേകാനന്ദനെ കേരളത്തിൻ്റെ പൊതുതലം, അതായത് പൊതുതലം എന്ന് പറയുമ്പോൾ മതനിരപേക്ഷ ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള പൊതുതലത്തിലേക്ക് സ്വീകാര്യനാക്കാൻ എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് അതിനകത്ത് നടത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിമർശനമായ നിരവധി കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഗ്രന്ഥകർത്താവിനും ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തയ്യാറായി വന്ന നമ്മുടെ മണലൂർ ഗ്രാമീണ പൊതു വായനശാലയുടെ പ്രവർത്തകരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ അവരെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തൊരു സംസാരിക്കുന്നതിന് വേണ്ടി ചാക്കോടി എന്നിക്കാളിലെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സുഹൃത്തുക്കളെ, മുഖ്യപ്രഭാഷണം നടത്തിയ ഡോക്ടർ ധർമ്മരാജ് അടാട്ട് അതിഗംഭീരമായിട്ട് തന്നെ പുസ്തകത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഇരുട്ട് ഇപ്പോൾ ലൈവ് പോകുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് വെളിച്ചത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. നമ്മൾ ഈ പുസ്തകം ചർച്ച ചെയ്ത് ഇരുട്ടിലേക്കാണോ പോകുന്നത് എന്നുള്ള എൻ്റെ ഒരു സിംബോളിക് തലമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. വെളിച്ചത്തിലേക്ക് അപ്പോൾ ഞാനും ഇന്നലെയൊക്കെ സാധാരണത്തിനായിട്ട് സംസാരിച്ചു. പുസ്തകം പ്രകാശനത്തിൻ്റെ അന്നും ലൈവ് കൊടുത്തിരുന്നു. മധു ഒക്കെ ഗംഭീരമായിട്ട് അതിനെ പ്രതിപാദിച്ചിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രാമകൃഷ്ണ പരമഹംസ എന്നുള്ള ഗുരു ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല. നാരായണ ഗുരു ആണ് വിവേകാനന്ദൻ്റെ ഗുരുവായിരുന്നെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻ മൊത്തം മാറുമായിരുന്നു. പക്ഷേ 1902 വിവേകാനന്ദൻ മരിച്ചു. 34 വർഷമോ 36 വർഷം മറ്റേ ഇരുന്നിട്ടുള്ളൂ. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും വായിച്ചിട്ടില്ല. 1848 പ്രസിദ്ധീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ പോയിട്ടില്ല. ഫ്രഞ്ച് വിപ്ലവം അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ എല്ലാ ചാപ്റ്ററിലൂടെയും കടന്നുപോയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് സാധാരണ സൂചിപ്പിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ 15-ാം നൂറ്റാണ്ട് വരെയുള്ള 10 നൂറ്റാണ്ട് ഇരുണ്ട കാലഘട്ടമാണ്. ഡാർക്ക് ഏജ് എന്ന് പറയുന്ന യൂറോപ്പിലെ ഈ പറഞ്ഞ പൗരോഹിത്യ മേധാവിത്വം, ക്രിസ്ത്യൻ പൗരോഹിത്യ മേധാവിത്വം, ഏറ്റവും വലിയ വയലൻസ്, ഏറ്റവും വലിയ ഭരണകൂടമായിട്ട് ചേർന്നുകൊണ്ട് കൊലവിളിക്കുന്നൊരു പീരീഡാണ്. 10 നൂറ്റാണ്ട്, 1000 വർഷമാണ്. ഈ 10 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് റിനൈസൻസിലേക്ക് കടക്കുകയാണ്. അതായത് എത്ര അടിച്ചമർത്തപ്പെട്ടാലും അത് ഉദയം ചെയ്യും. ഒരു ഗലീലിയോ വരും, ന്യൂട്ടൺ വരും, ഷേക്സ്പിയർ വരും, ഡാവിഞ്ചി വരും, റാഫേൽ വരും. പെയിൻറ്റിങ്ങിലൂടെയും നാടകത്തിലൂടെയും ശാസ്ത്രബോധത്തിലൂടെ അത് അതിജീവിക്കുക. അത് ഊർജത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എത്ര സപ്രസ് ചെയ്താലും വരും. ബ്രൂണോ സത്യം പറഞ്ഞു, ബ്രൂണോനെ ചുട്ടരിച്ചു പോന്നു. പക്ഷെ ഗലീലിയോ സ്ട്രാറ്റജിക്കലി ആണ് സത്യം പറഞ്ഞത്. ഭൂമി പരന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ല പക്ഷേ ഭൂമി പരന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഞാനിത് പരന്നതാണെന്ന് പറഞ്ഞാലും ഭൂമി ഉരുണ്ട് തന്നെ ഇരിക്കും എന്നുള്ളത് പുറത്തിറങ്ങിയിട്ട് പറയുന്നു. അപ്പം അങ്ങനെ വന്നൊരു നൂറ്റാണ്ടിന് ശേഷം വരുന്ന യൂറോപ്പിൻ്റെ ഒരു മാറ്റമുണ്ട്. അതുണ്ടാക്കുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഈ 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടിലൊക്കെ വരുന്നൊരു വലിയൊരു ഇന്നോവേഷനുണ്ട്, ഒരു അട്ടിമറിയുണ്ട്, ഒരു വിപ്ലവമുണ്ട്. ഈ ഊർജത്തിൻ്റെ കൂടെ തന്നെ ഫ്രഞ്ച് വിപ്ലവം വരുന്നുണ്ട്. സത്യത്തിൽ മാർക്സ് എംഗൽസ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പാരീസ് കമ്മ്യൂൺ വരുന്നുണ്ട്. ഇതെല്ലാം ഒരു പക്ഷേ അതുവരെയുള്ളൊരു ചെറിയ നിരീക്ഷണം സ്വാമി വിവേകാനന്ദന് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ഒരു സ്കോളർലി ആയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ ബുദ്ധൻ്റെ സിദ്ധാന്തത്തിൽ, ബുദ്ധൻ്റെ ദർശനത്തിൽ ഊന്നിക്കൊണ്ടുള്ള കരുണ, അത്തരം കാര്യങ്ങളിലാണ് രാമകൃഷ്ണ പരമഹംസ എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു നിലനിന്നിരുന്നത്. ആ ഒരു വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ വിമർശനങ്ങളും സ്വാമി വിവേകാനന്ദൻ്റെ ദർശനങ്ങളിൽ കണ്ടെത്താൻ പറ്റും. കാരണം അദ്ദേഹം ഒരു സമര പോരാളിയാണ്. ഉത്തിഷ്ഠത ജാഗ്രത എന്നൊക്കെ പറയുന്നു. മസിൽസ്, നമ്മുടെ അയൺ വില്ല് വേണമെന്നും, ഇച്ഛാശക്തി, ഉരുക്കിനോളമുള്ള ഇച്ഛാശക്തി വേണം, ഫിസിക്കൽ ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് യൂത്തിനൊക്കെ ആവേശഭരിതമായിട്ട് നമ്മുടെ പിന്നീട് നടന്ന സ്വാതന്ത്ര്യ സമരത്തിലേക്കൊക്കെ ആഹ്വാനം ചെയ്യുമ്പോഴും നേരത്തെയുള്ള ഈ പ്രശ്നങ്ങൾ കിടന്ന് കളിക്കുകയാണ്. ഈ ആത്മീയത എന്ന് പറയുന്നതിൻ്റെ അകത്ത്
വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം മനസ്സിലാക്കപ്പെടാതെ പോകുന്ന ഏതൊരു സന്യാസിക്കും പറ്റുന്ന അതേ പ്രശ്നം തന്നെയാണ് സ്വാമിയാനന്ദന് പറ്റിയിരിക്കുന്നത്. കാരണം വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറയുന്നത് ഹെഗലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്സ് ഉണ്ടാക്കിയതാണ്. ഹെഗൽ വരെ മനസ്സിലാക്കലാണ്, ഭൂമിയെ മനസ്സിലാക്കുക, പ്രപഞ്ചത്തെ മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്, കോംപ്രഹെൻസീവായിട്ട് നമ്മൾ ലോകത്തെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, റിയാലിറ്റിയെ മനസ്സിലാക്കുക. ഈ റിയാലിറ്റി ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അവിടെയുള്ള ചൂഷണ വ്യവസ്ഥിതി, അതിൻ്റെ സംസ്കാരമാണ് ഈ റിയാലിറ്റി തരുന്നത്. സംഭവം അവരുണ്ടാക്കുന്ന സംഭവത്തിനെ നമ്മൾ ഇരകളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇരകൾ ഉണ്ടാക്കുന്ന വ്യവസ്ഥിതി മാറ്റണം എന്നുള്ളതാണ് മാർക്സിൻ്റെ. അതാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി ഒബ്ജക്റ്റീവ് വേൾഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുന്നത്. അവിടെ സംഘടിതമായ സമരങ്ങളിലൂടെ പറ്റുള്ളൂ എന്നുള്ളതാണ്. അവിടെ ചെറിയ സന്യാസിക്ക് പോലും പറ്റില്ല. അപ്പം ബുദ്ധൻ ഒരുപാട് ദർശനങ്ങളെ കൊണ്ടെങ്കിലും ശങ്കര ദർശനം വരുന്നതോടുകൂടി ബുദ്ധനെയൊക്കെ ഇത് ചെയ്തുകൊണ്ട് ചാർവാകനെയൊക്കെ കളഞ്ഞുകൊണ്ട് എത്രയോ സംഭവങ്ങളാണ് ചരിത്രത്തിൽ സംഭവിച്ചത്. ഭൗതികവാദം പറയുന്നവർ ഉന്മൂലനം ചെയ്ത് കളയുന്ന രീതിയിലേക്ക് വരിക. കാരണം അന്ന് സംഘടിത പ്രസ്ഥാനങ്ങളില്ല, കുറച്ച് ശിഷ്യഗണങ്ങളായിട്ട് പോകുന്നത്. അത് ക്രൈസ്റ്റ് മുതൽക്ക് അങ്ങനെ തന്നെയാണ്. ഞാനത് ജനറലായിട്ട് പറയണമെന്ന് മാത്രം. അപ്പോൾ വിവേകാനന്ദനെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു റൂട്ടാണ്, അതിൻ്റെ ഒരു ഫിൽട്ടർ ചെയ്തൊരു തലമാണ് നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് ആർജിക്കേണ്ടത്. കാരണം വിവേകാനന്ദൻ മരിക്കുന്ന സമയത്ത് 1902 1906 ശരിക്കും പറഞ്ഞാൽ ടോൾസ്റ്റോയ് മരിക്കുന്നത്. ഞാനിത് കമ്പാരിറ്റീവായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ആത്മീയത അതിൻ്റെ തലങ്ങളാണ്. അവിടെ ഹിന്ദുസൊന്നുമില്ല, നമ്മളീ പറഞ്ഞ ജാതി മതം ചാതുർവർണ്ണൊന്നും അവിടെ ഇല്ല. റഷ്യയിൽ അവിടെ ക്രിസ്ത്യാനിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്രിസ്ത്യൻ ഐഡിയോളജിയിൽ നിൽക്കുന്ന ടോൾസ്റ്റോയ് അന്തരിക്കുമ്പോൾ ഈ ആത്മീയതയിലൂടെയുള്ള പരിവർത്തനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ലെനിൻ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറയുന്ന റഷ്യൻ ഇതിൻ്റെ കണ്ണാടി എന്നാണ് പറഞ്ഞു എഴുതിയത്. പക്ഷേ റഷ്യൻ വിപ്ലവം നടക്കുന്നത് 17 സ്വാമി വിവേകാനന്ദൻ അതിലൂടെ ഒന്നും പോയിട്ടില്ല എന്നതാണ്. ഒരുപക്ഷെ നാരായണ ഗുരുവിൻ്റെ കാലം വരുമ്പോഴേക്കും, പണ്ഡിറ്റ് കറുപ്പിൻ്റെ കാലം വരുമ്പോഴേക്കും പിന്നീട് വരുന്ന മൂവ്മെൻറ്റുകളെല്ലാം ഈ സംഘബോധത്തിൻ്റെ തലം വരികയും ഒപ്പം തന്നെ ജാതി മതത്തിനെതിരെ എങ്ങനെ ആഞ്ഞടിക്കണമെന്നുള്ള തലത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നമ്മുടെ ഇവിടെ വരുന്നുണ്ട്, നാടകങ്ങളിലൂടെ വരുന്നുണ്ട്, മറ്റ് പല പാലാകലേശം പോലെയുള്ള നാടകങ്ങളിലൂടെ വരുന്നുണ്ട്. നമ്മൾ അതിലേക്ക് വല്ലാണ്ട് പോകണ്ട. അതൊക്കെ ഈ 1902 ശേഷം സംഭവിക്കുന്ന മൂവ്മെൻ്റാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിന്നീട് 25 ശേഷം സംഭവിക്കുന്നതും അത് പിന്നീട് കർഷക പ്രസ്ഥാനവും സമരങ്ങളും പോരാട്ടങ്ങളായിട്ട് മാറുന്നു വേറൊരു. അപ്പം ഈ ആത്മീയത എന്താണെന്നുള്ളൊരു ചോദ്യത്തിന് ഞാനൊക്കെ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഈ ലോകനീതിക്ക് വേണ്ടി പോരാടുന്ന സമരത്തിൻ്റെ തലത്തിൽ നിൽക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച ആത്മീയത. അല്ലാണ്ട് ഞാൻ നന്നായി, ഞാൻ നല്ല പരിശുദ്ധനായ ലോകം പരിശുദ്ധമാകുന്നു, അങ്ങനെയില്ല. അങ്ങനെ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നില്ല. ഒരു മൂലധനത്തിൻ്റെ സ്ഥലത്ത്, ഭീകരവാദത്തിൻ്റെ യുദ്ധവെറിയന്മാരുടെ സ്ഥലത്ത് നമ്മൾ പരിശുദ്ധരായി ഇങ്ങനെ വീട്ടിലിരുന്നാലും നമ്മുടെ വീട്ടിൽ ബോംബ് വന്ന് വീഴും, നമ്മുടെ വീട്ടിൽ ടെററിസ്റ്റുകൾ കയറി ആക്രമിക്കുക. അങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് സ്വത്വം എന്നുള്ള രീതിയിൽ ആ ഒരു പരിശുദ്ധി നിലനിർത്താൻ കഴിയില്ല. അപ്പം ഇത്തരം ഗ്രന്ഥങ്ങളിലൂടെ, ഇത്തരം മാത്രമല്ല പിന്നീട് വന്ന കേദാമോദൻ്റെ ഗ്രന്ഥമാണെങ്കിലും കോശാംബിയുടെ ഗ്രന്ഥങ്ങളാണെങ്കിലും ശങ്കാലിയുടെ ഗ്രന്ഥങ്ങളാണെങ്കിലും പിന്നീട് 50കളിലൊക്കെ വന്നിട്ടുള്ള പുസ്തകങ്ങളാണ് DD കോശാംബിയുടെ. ഇതെല്ലാം നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെ ആർജിക്കണം എന്നുള്ളതാണ്. ഇതിനകത്ത് സ്ത്രീകളുടെ ഫ്രീഡത്തെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഉയർത്തിപ്പിടിച്ചിട്ട് ഈ വർഗീയവാദികൾക്കെതിരെ പോരാടാൻ പറയേണ്ടത്. ആ മനുസ്മൃതിയെ അറിയാണ്ട് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വരും. സ്ത്രീ വിമോചനത്തെ പറ്റി ലെനിൻ എഴുതുന്ന അതേ ഗൗരവത്തിൽ തന്നെ സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട്. ദളിത് ഫ്രീഡം എന്ന് പറയുന്നത് പട്ടിക എടുക്കുന്ന ഈ ഒരു നേരത്തെ അന്നം കൊടുക്കാത്തവനാണ് സ്വർഗത്തിൽ പോയിട്ട് അമൃത് തരും എന്ന് പറയുന്നത്. ഇതിലും വലിയ ബോഷ്കത്തരം ഇല്ല എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദനാണ്. ഈ തെരുവിലൂടെ നടക്കുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. ഇതിൻ്റെ വേറെ എക്സാമ്പിള് മറ്റേ നാരായണ ഗുരുവിൻ്റെ കാലത്ത് പറയുന്നുണ്ട്. നമ്മുടെ ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു, കാരമുക്കിലാണെന്ന് എനിക്ക് തോന്നുന്നത്. സ്വാമിയും ശിഷ്യന്മാരും ഇങ്ങനെ വഴിയിൽ കാത്തുക്കുക വിശന്നിട്ട്. അപ്പോൾ പാലും പഴമൊക്കെ ആയിട്ട് ഭക്തജനങ്ങൾ ഇങ്ങനെ പോവുക അത്രേ, ഒരു പ്രതിമയ്ക്ക് നിവേദ്യം കൊടുക്കാനായിട്ട്. സ്വാമിയുടെ തന്നെ പ്രതിമയാണ് അവിടെ ഇരിക്കുന്നത്. സ്വാമീനെ മനസ്സിലായിട്ടില്ല ഇവർക്ക്. സ്വാമിയുടെ പ്രതിമ എന്നുള്ളതല്ല, അവിടെ എന്തോ പ്രതിഷ്ഠയാണ്. അപ്പോൾ അവിടെ ഈ പഴവും ഇതൊക്കെ കൂടി ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ട് നിവേദ്യം കൊടുക്കാവുമ്പോൾ ഈ ഗുരു ശിഷ്യന്മാർ, നാരായണ ഗുരു ശിഷ്യന്മാരോട് പറയുക, യഥാർത്ഥ മനുഷ്യൻ നമ്മൾ ഇവിടെ പട്ടിണി എടുക്കുമ്പോൾ നമ്മൾ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഭക്തജനങ്ങൾ കൊണ്ടുപോയിട്ട് പാലും പഴം കൊടുക്കുന്നു, നമ്മൾ തെരുവിൽ പട്ടിണി എടുക്കുന്നു. ഈ റിയാലിറ്റി ആണ് ഏറ്റവും വിപ്ലവകരമായിട്ട് നാരായണ ഗുരു മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ പല സ്ഥലങ്ങളിലും വിവേകാനന്ദൻ ഈ പറഞ്ഞ ബ്രാഹ്മണിക്കൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉള്ളപ്പോൾ പോലും പൗരോഹിത്യത്തിൻ്റെ ഈ ക്രൂരതയ്ക്കെതിരെ നന്നായിട്ട് ചാട്ടവാറെടുത്തടിച്ച പോലെ, ജെറുസലം ദേവാലയത്തിൽ ക്രൈസ്റ്റ് പോയി ചാട്ടവാറെടുത്തടിച്ച പോലെ തന്നെയാണ് നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞൊരു പ്രോബ്ലം വരുന്നുണ്ട്, ഒറ്റയാൾ പോരാട്ടം എന്നുള്ള രീതിയിലാണ്.
അത് മനുഷ്യ സഹജമായിട്ട് സൂപ്പർമാൻ തിയറിയിലേക്ക് വരും. ഫാസിസ്റ്റുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ സൂപ്പർമാൻ തിയറി. നീഷയൊക്കെ അവരിഷ്ടപ്പെടാൻ കാരണം അതാണ്, ഹിറ്റ്ലർക്ക്. കാരണം സൂപ്പർമാൻ തിയറിയാണ്. ഈ ഒരു തലത്തിൽ സ്വാമി വിവേകാനന്ദൻ്റെ സദാനന്ദൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത്, നമുക്ക് അതിൻ്റെ അകത്ത് പിന്നെ അടിസ്ഥാന വർഗത്തിൻ്റെ മോചനമായിട്ട് ബന്ധപ്പെട്ട ഏരിയാസ് എന്തൊക്കെയുണ്ട്, സ്ത്രീ വിമോചനമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം ഏരിയാസ് ഉണ്ട്, അത്തരം ഏരിയയിൽ എടുക്കുകയും മറ്റ് കാര്യങ്ങളെ നമ്മൾ വിട്ടുകളയുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രായോഗികമായിട്ട് ചെയ്യേണ്ടത്. ആത്മീയത എന്ന് പറയുന്ന സന്യാസിമാരെ മാത്രമല്ല, യഥാർത്ഥത്തിൽ മാർക്സിസം പ്രയോഗിക്കുന്നവർക്കും ആ തലത്തിൽ ഒരു ജനങ്ങളോടുള്ളൊരു പ്രതിബദ്ധത, കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളതുണ്ട്. അത് സന്യാസിമാരോട് പറയുന്ന അതേ പുരോഹിതന്മാരോട് പറയുന്ന സ്വാമിയാനന്ദൻ പറയുന്നതിൻ്റെ നമുക്കത് ആർജിച്ചെടുക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് സത്യസന്ധമായിരിക്കുക എന്നുള്ളതാണ്. സമരം മുന്നോട്ട് പോകണം, സഹനം കാര്യമില്ല, സമരം മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ആ സമരത്തിൻ്റെ ഊർജ്ജം എന്തൊക്കെയാണ് ഈ പുസ്തകങ്ങളിൽ നിന്ന്, ഇപ്പോൾ ഇത്തരം ഒരു പുസ്തകമല്ല, പ്രൊഫസർ വി അരവിന്ദാക്ഷൻ്റെ പുസ്തകം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇവിടെ, സമന്വയവും സംഘർഷവും. ഞാൻ ഇന്നലെ സംസാരിച്ചത് സാധാരണ. ഇതിനെ തുടർന്ന് ഒരുപാട് പുസ്തകങ്ങൾ, പി എൻ ഗോപീഷിൻ്റെ പുസ്തകം ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ ഈ വായനശാലയ്ക്കും കൂടി ഒരു അഭിനന്ദനം പറയാനാണ് ഞാനിവിടെ രണ്ടു വാക്ക് പറയുന്നത്. ഈ പുസ്തകത്തിൻ്റെ 6 ചാപ്റ്ററിലൂടെയും കടന്നു പോയപ്പോൾ അവസാനം അദ്ദേഹത്തിൻ്റെ ക്ഷേമസങ്കല്പമൊക്കെ ഉണ്ട്. അപ്പോൾ രാമരാജ്യത്തെക്കുറിച്ച് ഗാന്ധി പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും ഭൂപരിഷ്കരണം നടത്തുന്നതും ഇക്വാളിറ്റി നടത്തിയതും പള്ളിയല്ല, റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. പക്ഷെ മാർക്സിസം പ്രയോഗിക്കുമ്പോൾ വരേണ്ട ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അതിനകത്തുള്ളതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വേറെ നെഗറ്റീവ്സ് വരികയും പിന്നീട് അത് സോവിയറ്റ് യൂണിയൻ കൊഴിഞ്ഞു പോകേണ്ടി വരുന്നത്. അത് വലിയ പ്രായോഗിക സിദ്ധാന്തം എന്നുള്ള രീതിയിലുള്ള അതിൻ്റെ വൈരുദ്ധ്യമാണ്. പ്രായോഗിക സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ സംഘടിതമായിട്ട് ആളുകളെ ചേർത്തുകൊണ്ട് എല്ലാ വൈരുദ്ധ്യങ്ങളും ഒരുമിച്ച് സമര പോരാട്ടത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വരുന്ന അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവുകളും ധാരാളം വരും എന്നുള്ളതാണ്. അതല്ലാത്തതിന് ആത്മീയത പറയാൻ വളരെ എളുപ്പം. കാരണം 10 പേരെ സംഘടിപ്പിക്കണ്ട, നമുക്ക് സ്വസ്ഥമായി വീട്ടിലിരുന്നിട്ട് ഈ ധ്യാനം കൂടിയിരുന്നാൽ മതി. മാക്സിമം ഹിമാലയത്തിൽ പോയി സമാധി അടയാന്നുള്ള അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ വൈരുദ്ധ്യങ്ങൾ പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രസ്ഥാനങ്ങൾ എല്ലാം കാണേണ്ടത് ഇത്തരം മതഗ്രന്ഥങ്ങളെ വർഗീയവാദികൾ ഈ പറഞ്ഞ പുരുഷ മേധാവിത്വവും ബ്രാഹ്മണിക്കൽ മേധാവിത്വത്തിൻ്റെ മാത്രം ആയുധങ്ങൾ അതിൽ നിന്ന് കടഞ്ഞെടുത്ത് അവർ പ്രയോഗിക്കാൻ നോക്കുമ്പോൾ തിരിച്ച് ബഹുജന മുന്നേറ്റത്തിന് ഗുണം ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? അത് ആരും എഴുതി വെച്ചാലും ആ എലമെന്റ്സ് നമ്മൾ സ്വാംശീകരിക്കുക. നമ്മളിത് ഇത്തരം മതഗ്രന്ഥങ്ങൾ തള്ളിക്കളയാതെ, കൊശാമ്പി മാത്രമല്ല ഓഷോയും, ഞാൻ പറഞ്ഞ ഓഷോയൊക്കെ ഗംഭീരമായിട്ട് ബുദ്ധനെ അനലൈസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ ഓഷോ വായിക്കില്ല. ഈ ഞാനതാകുന്നു എന്നുള്ള പുസ്തകമൊക്കെ ഈ തത്വമസിയൊക്കെ എഴുതുന്ന ഈ പണ്ഡിത പ്രകടനമൊന്നും അല്ലാതെ വളരെ സിമ്പിളായിട്ടാണ് അത് വ്യാഖ്യാനിച്ചു പോകുന്നത്. അപ്പോൾ ഓഷോയും വായിക്കണം എന്നുള്ളതാണ്. ഒരു പക്ഷേ നമുക്ക് പലപ്പോഴും പറ്റിയിരിക്കുന്നത് ആ സന്യാസിമാരുടെ എന്തോ പരിപാടിയാണ്, നമ്മുടെ അല്ല. നമ്മൾ ഇത് വിവേകാനന്ദനെ തീർച്ചയായിട്ടും നമ്മൾ ആർജിച്ചിരിക്കണം. നാരായണഗുരു ഇപ്പോൾ പഠിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. കാരണം RSSകാരൻ നാരായണഗുരുവിനെ ഓൺ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് പ്രശ്നം തുടങ്ങിയത്. അതുകൊണ്ട് ഇത്തരം പുസ്തകങ്ങൾ ചർച്ചയ്ക്ക് വരുന്നത്, സംവാദത്തിൽ വരുന്നത് നമ്മുടെ സമര ആയുധം എന്നുള്ള രീതിയിൽ ഈ ഇന്ത്യയിൽ വളർന്നു വരുന്ന ഫാഷിസത്തിന് എതിരെ പ്രയോഗിക്കാൻ എന്തെല്ലാം ടൂൾസ് ഇതിൽ നിന്ന് എടുക്കാം, എന്തെല്ലാം ടൂൾസ് എടുത്തുകൊണ്ട് അത് ബഹുജന മുന്നേറ്റത്തിൽ എങ്ങനെയൊക്കെ അത് ആശയപരമായിട്ടുള്ള ധാർഢ്യമാക്കി മാറ്റാം, ഫൈറ്റിംഗ് ആയിട്ടുള്ള എനർജിയാക്കി മാറ്റാം എന്നുള്ളതാണ്. അതിന് ഈ പുസ്തകം ഗുണം ചെയ്യട്ടെ. ബാക്കി വിമർശനങ്ങളൊന്നും പിന്നെ നമ്മളിപ്പോൾ ഉന്നയിക്കേണ്ട കാര്യമില്ല, ഉന്നയിച്ചുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതല്ലാതെ നമ്മുടെ അജണ്ട ഒരുപക്ഷെ വിവേകാനന്ദനെ വിമർശിക്കൽ എൻ്റെ അജണ്ടയല്ല എന്ന് ഏതോ ചാപ്റ്റർ തുടങ്ങുമ്പോഴേ സദാനന്ദൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വായിച്ചു പോകുമ്പോൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സംരംഭം ഈ വായനശാല നിരന്തരം മുന്നോട്ട് കൊണ്ടുപോകണം. കേരളത്തിൽ 10,000 വായനശാലകളിൽ 5,000 വായനശാലകളും ഇത്തരം നിരന്തര സംവാദങ്ങൾ, ഈ മോദി ഭരണം മുറിവേറ്റ രാഷ്ട്രം എന്ന് പറയുന്ന കെ സഹദേവൻ്റെ പുസ്തകം അടക്കം, ആൻറ്റി ഫാസിസ്റ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ, സച്ചിദാനന്ദ മാഷ പുസ്തകങ്ങൾ, നമ്മൾ നിരന്തരം ഒരു സംവാദ ഭൂമി, അതും നമ്മൾക്ക് റെക്കോർഡ് ചെയ്യുന്നതല്ല എന്തിനാണ്, ഡോക്യുമെൻറ്റേഷന് വേണ്ടിയാണ്. അത്തരമൊരു സന്ദർഭം, ഒരു വേദി ഒരുക്കപ്പെട്ടതിന് വളരെയധികം അഭിവാദ്യങ്ങളുണ്ട്. തുടർന്നും നമ്മൾ ഈ വായനശാലയുടെ എല്ലാ പരിപാടികളും ഒപ്പം ഉണ്ടായിരിക്കും. കൂടുതൽ മികച്ച ചർച്ചകളിലേക്കും വായിക്കാത്ത ഒരു പുസ്തകം വായിക്കുക, നെഗറ്റീവും പോസിറ്റീവും തിരിച്ചറിയാനുള്ള, ഇതിൽ പറയും ഹൃദയമാണ് വേണ്ടതെന്നൊക്കെ പറയും, യുക്തി വേണ്ടാന്ന്. പക്ഷെ പുസ്തകത്തിലൂടെ കടമ്പോൾ നമുക്കൊരു യുക്തിയൊക്കെ വേണം, നല്ലതാണ്. സ്വാമിയാനെന്ന് പറയും ഹൃദയം കൊണ്ടാണ് പറയുന്നത്, ശരിയാണ്. പക്ഷെ ലോജിക്കൽ തിങ്കിങ് കൃത്യമായിട്ട് ആവശ്യപ്പെടും. അപ്പോഴാണ് നമുക്ക് ഫിൽട്ടർ ചെയ്ത് കാണാൻ പറ്റുള്ളൂ, നമുക്ക് ഏതൊക്കെ എടുക്കണം ഏതൊക്കെ തള്ളണം എന്നുള്ളത്. ആ ഒരു ഉൾക്കൊള്ളലും തള്ളലും പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസത്തിൻ്റെ ഏറ്റവും വലിയ ടൂള്. അതിലൂടെ വേണം ഇതിനെ വായിക്കാൻ. കാരണം കൊസാംബിയൊക്കെ ചെയ്ത പണി അതാണ്. മാർക്സിസം പഠിച്ചതിന് ശേഷമാണ് ഇന്ത്യൻ പിന്നെ മിത്തവും യാഥാർത്ഥ്യവും
ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിന് മുഖവരിയും രോഷജനക പ്രബന്ധങ്ങളും ഒക്കെ എഴുതിയെന്നുള്ളതാണ്. അത് ആ റേഞ്ചിൽ നമ്മൾ ഈ പുസ്തകത്തെ വായിക്കാൻ പഠിക്കുക. ഓക്കെ, അഭിവാദ്യങ്ങൾ. അടുത്തതായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി സനാതനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ വളരെ വൈകിപ്പോയിട്ടുണ്ട് നമ്മൾ. ഇത്തരമൊരു ചർച്ച സംഘടിപ്പിച്ച നമ്മളുടെ വായനശാലയ്ക്ക് ഒരുപാട് എൻഗേജ്മെൻറ്റിനിടയിൽ വന്ന് ചേർന്ന അടാട്ട് മാഷക്കും ഉണ്ണിമാഷ്, ചാക്കോ, സുർജി, MLA മുരളിയേട്ടൻ, ഇവർക്കൊക്കെ വളരെ സന്തോഷത്തോടെ ഞാൻ നന്ദി പറയുകയാണ്. ഓരോരുത്തരും പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചത് അവരവരുടെ തലങ്ങളിൽ നിന്നുകൊണ്ട് വളരെ ഉജ്ജ്വലമായ രീതിയിൽ തന്നെയാണ് പ്രസൻറ്റ് ചെയ്തത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം സമയത്തിൻ്റെ ഒരു അല്ലെങ്കിൽ വല്ലാതെ അനൗചിത്യമായിപ്പോയി. എന്നാൽ ഒന്ന് രണ്ട് കാര്യം മാത്രം പറയാണ്. ഒന്ന്, ഈ പുസ്തകം ഞാൻ എഴുതുമ്പോൾ വിവേകാനന്ദ ദർശനത്തിൻ്റെ പരിമിതികൾ, പോരായ്മകൾ അത് ഫോക്കസ് ചെയ്യുക എന്നത് എൻ്റെ ഉന്നമായിരുന്നില്ല. മറിച്ച് വിവേകാനന്ദൻ പറഞ്ഞു പോയ കുറേ കാര്യങ്ങളിൽ ഭാവി സമൂഹത്തിന് അല്ലെങ്കിൽ നിലനിൽക്കുന്ന സമൂഹത്തിന് മുന്നോട്ട് പോകാനുള്ള ഇന്ധനം എന്തെങ്കിലും ലഭ്യമാവുമോ ആ ഊർജം അന്വേഷിക്കുക എന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഞാൻ ചെയ്തു പോയത്. വിവേകാനന്ദൻ്റെ അടിസ്ഥാനപരമായ, ഇപ്പോൾ ധർമ്മരാജ് മാഷൊക്കെ അസലായിട്ട് സംസാരിച്ചത്, അടിസ്ഥാനപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ ഏറ്റവും പ്രധാന അംശം വിവേകാനന്ദൻ മതത്തിലൂടെ ലോകം കണ്ട ആളാണ്. നമുക്ക് രണ്ട് രീതിയിൽ വീക്ഷണമുണ്ട്. ഒന്ന്, ലോകത്തെ മതത്തിലൂടെ ലോകത്തെ കാണാം. രണ്ട്, ലോകത്തിലൂടെ മതത്തെ കാണാം. ഇതിൽ ലോകത്തിലൂടെ മതത്തെ കാണുന്ന ഒരു പ്രക്രിയയാണ് ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. വിവേകാനന്ദൻ തിരിച്ചായിരുന്നു, മതത്തിലൂടെ ലോകത്തെ കണ്ട ആളാണ്. അതുകൊണ്ട് ഒരുപാട് അടിസ്ഥാനപരമായ ദുർബലത, ലക്ഷ്മണരേഖകൾ വിവേകാനന്ദ ദർശനത്തിനുണ്ട്. രണ്ട്, മതത്തിലൂടെയാണ് കണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ ആത്മീയവാദവും എങ്ങനെ മതത്തെ കാണുന്നു, അതിനെ എങ്ങനെ സുപ്രീമാക്കി വയ്ക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾക്കറിയാം. പിന്നെ അതിൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ ഫോക്കസ് ചെയ്തത് എങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ, ഇന്ന് നമ്മളുടെ ജീവിതകാലം നമുക്കറിയാം. നിങ്ങൾ ജീവിക്കണോ ഞാൻ ജീവിക്കണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഞാനല്ല, നിങ്ങളുമല്ല. പല ഫാസിസ്റ്റ് ആശയങ്ങളാണ്. ഈ ആശയ ലോകത്ത് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ ധാർമ്മികമായ ഉള്ളടക്കങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ എങ്ങനെയാണ് നമ്മളെ സഹായിക്കുക? അതിലെ വൈരുദ്ധ്യങ്ങൾ, ഒരു ധർമ്മശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഒരു ദർശനത്തിൽ അടങ്ങിയിരിക്കുന്ന വൈരുദ്ധ്യത്തെ എങ്ങനെ ഇടതുപക്ഷ ചിന്തകർക്ക് ഉപയോഗപ്രദമാക്കാം? ഈ ഒറ്റ ടാർഗറ്റായിരുന്നു എൻ്റെ. ഒരു കാര്യം കൂടി പറയുകയാണ്. സാധാരണ നിലയ്ക്ക് നമ്മൾ വർഗസമരത്തെ അതിൻ്റെ 3 ലെവലിൽ കാണാറുണ്ട്. വർഗസമരത്തിൻ്റെ 3 ലെവലുകൾ, ഘട്ടങ്ങൾ എന്ന് പറയുന്നത്, ഘട്ടങ്ങളല്ല, അതിൻ്റെ ലെവലുകൾ. ഒന്ന്, ഈ സമൂഹത്തിന്, ഇവിടെ ദരിദ്രരായുള്ള ജനങ്ങൾക്ക്, അധ്വാനിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ അതിജീവനം നടത്താം, എങ്ങനെ ഉപജീവനം നടത്താം എന്നുള്ളതാണ്. രണ്ടാമത്തെ ലെവല്, ഈ സമൂഹത്തിൽ ജനാധിപത്യത്തെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം. നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റോ ആശയത്തെയോ അല്ലെങ്കിൽ മറ്റൊരു ആശയത്തെയല്ല, ജനാധിപത്യത്തെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം, പൗരാവകാശങ്ങൾ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം, സമൂഹത്തിൽ നീതിയിൽ ബന്ധിതമായ ഒരു നിയമവാഴ്ചയെ എങ്ങനെ നടത്തിക്കൊണ്ടുവരാം. ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, വ്യക്തിക്കും ദർശനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ. മൂന്നാമത്തെ ലെവലെന്ന് പറയുന്നത് പിന്നെ ഫ്യൂഡലിസത്തിനെതിരെ, മുതലാളിത്തത്തിനെതിരെ, സാമ്രാജ്യത്വത്തിനെതിരെ, കോപ്പറേറ്റിസത്തിനെതിരെ എങ്ങനെ നമ്മൾക്ക് അതിൻ്റെ ആശയ സംഹിതകളോട് പൊരുതാം. ഈ 3 ലെവലിലാണല്ലോ നമ്മൾ വർഗസമരത്തെ പഠിക്കുന്നത്. ഒരു ഇടതുപക്ഷ പഠനം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ.
അങ്ങനെ നോക്കുമ്പോൾ ഉപജീവനത്തിനും അതിജീവനത്തിനും വേണ്ടി ഒരുപാട് പ്രേരണ നൽകിയ വക്താവാണ് വിവേകാനന്ദ ദർശനത്തിലൂടെ വിവേകാനന്ദൻ്റെ ചെയ്തികളും കാര്യങ്ങളൊക്കെ. കാരണം ഹിന്ദു മതം അതിൻ്റെ ഒരു പ്രതിലോമ അവസ്ഥയിൽ മാറാലക്കെട്ടുകളിൽ കെടുക്കുമ്പോൾ അതിനോട് അതിൻ്റെ പാരമ്പര്യ മൂല്യങ്ങളോട് കലാപം ചെയ്തു. സന്യാസി ഉദാഹരണം, നമ്മുടെ മോക്ഷസങ്കല്പം എന്താ? മോക്ഷം എന്ന് പറഞ്ഞാൽ ദൈവവും നമ്മളും തമ്മിലുള്ള എന്തോ ഒരു പ്രക്രിയയാണെന്നാണ്, മനുഷ്യനും തമ്മിലുള്ള പ്രക്രിയയാണെന്നാണ്. പഴയകാല ഹിന്ദുത്വവാദികളുടെയും ഹിന്ദു പ്രതിലോമ ദർശനത്തിൻ്റെയും അത് അങ്ങനെയാണ്. പക്ഷെ അത് മാറ്റി മോക്ഷം എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഈശ്വരനും നിങ്ങളും തമ്മിലുള്ള ഒരു പ്രവൃത്തിയല്ല, കർമ്മമല്ല, മറിച്ച് മനുഷ്യനും തമ്മിലുള്ള കർമ്മമാണ്. ധർമ്മം എന്ന് പറയുന്നത് ഈശ്വരനും നിങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നതല്ല, മറിച്ച് മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. നിങ്ങൾ സന്യാസി ആവേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഒരു മത വക്താവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു മോക്ഷജ്ഞാനം കിട്ടാൻ, ആത്മജ്ഞാനം കിട്ടാൻ സന്യാസിയോ മതത്തെ പോലും വിശ്വസിക്കേണ്ട, ഒരു ഗ്രന്ഥങ്ങളും ഭഗവത്ഗീതയോ ബൈബിളോ ഖുറാനോ ഒന്നും വിശ്വസിക്കേണ്ട. അങ്ങനെ വിശ്വസിക്കാത്ത മതത്തെക്കുറിച്ചോ ഇത്തരം ഗ്രന്ഥങ്ങളെക്കുറിച്ചോ അറിയാത്ത ഒരാൾക്കും ഇത് കിട്ടും എന്ന് പറഞ്ഞാൽ ആത്മീയതയെ മതത്തിനു മുകളിൽ പ്രതിഷ്ഠിക്കുക എന്ന ഒരു ക്രിയ അവിടെ ചെയ്തു പോയിട്ടുണ്ട് വിവേകാനന്ദൻ. എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായി നിലനിൽക്കുന്ന ഹിന്ദുത്വ സ്വഭാവത്തോടുകൂടി നിലനിൽക്കുന്ന മൂല്യങ്ങളോട് ഓരടിക്കുക എന്ന ക്രിയ ചെയ്തു പോയി. അപ്പോൾ നമ്മളുടെ ഉപജീവനത്തിന് വേണ്ടി ഒരുപാട് വളരെ അടിത്തട്ടിൽ കിടക്കുന്ന ജനങ്ങൾ, ശൂദ്രർ അല്ലെങ്കിൽ അതിശൂദ്രരായിട്ടുള്ള ആൾക്കാർ, അവരെ സല്യൂട്ട് ചെയ്യാൻ നിങ്ങളും ബ്രാഹ്മണനോളം തന്നെ ശക്തിയുള്ള കരുത്തുള്ള അതേ ദൈവം നിങ്ങളിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. നിങ്ങളും കരുത്തുണ്ടാവണം, ഉണരണം, അതിജീവനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതുപോലെ തന്നെ ജനാധിപത്യ പ്രക്രിയ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലോ ഒക്കെ ജനാധിപത്യത്തിൻ്റെ ഒരു ഘോഷയാത്ര നടക്കുമ്പോൾ ഈ ജനാധിപത്യം നമ്മളിലേക്ക് എത്തിക്കണം എന്ന് പറയാൻ ശ്രമിച്ച ആളാണ്. ഉദാഹരണത്തിന് ദയാനന്ദ സരസ്വതി അല്ലെങ്കിൽ തിലകൻ പോലും, ബാലഗംഗാധര തിലകൻ പോലും വേദങ്ങളിലേക്ക് നടക്കുക, അതാണ് പ്രശ്നപരിഹാരം എന്നാണ് പറഞ്ഞത്. വേദങ്ങളിലേക്ക് നിങ്ങൾ റിട്ടേൺ ടു വേദാസ് ഇതാണെന്നാണ്. നിങ്ങൾക്കറിയാം 1892 കൺസെൻറ്റ് നിയമം, ബാലികാ വിവാഹത്തിനെതിരായിട്ടുള്ള 12 വയസ്സായ കുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ്, ബലാത്സംഗത്തിന് ഈക്വലൻ്റായിട്ട് പരിഗണിച്ച് കേസെടുക്കുമെന്ന് പറയുന്നത്. അതിനെ എതിർത്ത ആളെ തിലകൻ. ഹിന്ദുമതത്തിനെ അതാ ബ്രിട്ടീഷുകാർ കൊല്ലാൻ പോകുന്നു, ഹിന്ദുമത അപകടത്തിലാണെന്ന് പറഞ്ഞ് എതിർത്ത ആളാണ്. അപ്പോൾ ഇവരൊക്കെ വേദങ്ങളിലേക്ക് തിരിച്ചു പോകുന്നതാണ് സമൂഹത്തിൻ്റെ പ്രശ്നപരിഹാരം, തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നപരിഹാരം എന്ന് പറയുമ്പോൾ വേദങ്ങളെ സമൂഹത്തിലേക്ക് കൊണ്ടുവരികയും സമൂഹത്തിൻ്റെ ജനാധിപത്യവും പൗരാവകാശവും ബ്രാഹ്മണ സമൂഹം അനുഭവിക്കുന്ന പ്രത്യേക അധികാരാവകാശങ്ങളും ഇല്ലാതാക്കലാണ് സമൂഹത്തിൻ്റെ ആദ്യത്തെ ഘടന എന്ന് പറയുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ വിവേകാനന്ദൻ മുന്നോട്ട് വെച്ചു. ഇങ്ങനെ അതിജീവനം, ജനാധിപത്യ പ്രോസസ്സിനെ വികസിപ്പിക്കൽ, ഇതൊക്കെ നടത്തി. ഇത് ഒരു ഫ്യൂഡൽ വ്യവസ്ഥയോടുള്ള കലാപമാണ്. വളർന്നു വരുന്ന ആധുനിക മുതലാളിത്ത ലോകത്തിൻ്റെ എല്ലാ ആശയങ്ങളും എല്ലാ വെളിച്ചവും ഇന്ത്യയിലേക്ക് കടന്നു വരണം. ഇന്ത്യൻ സമ്പദ്ഘടനയെയും സാമൂഹ്യ ഘടനയെയും വേദങ്ങളുടെ വിജ്ഞാന ഘടനകളെയും അന്തർദേശീയമായി ഘടിപ്പിക്കേണ്ടതുണ്ട്, സർവദേശീയമായി അതിനെ ഘടിപ്പിക്കേണ്ടതുണ്ട് എന്ന ബോധത്തിൽ നിന്ന് വേദങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നൊരു പ്രക്രിയയായിരുന്നു. ഈ പ്രക്രിയ ജനാധിപത്യത്തെ വികസിപ്പിക്കാനാണ്, തൊഴിലാളി വർഗത്തിന് പലപ്പോഴും വലിയ ആശ്വാസം ഉണ്ടാവാനാണ് ഒക്കെയാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നവോത്ഥാനത്തിൻ്റെ ഒരു ഒപ്പമുള്ള യാത്രയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ജാതി സംബന്ധിച്ച കാര്യം അടാട്ട് മാഷ് പറഞ്ഞത് കറക്റ്റാണ്. വിവേകാനന്ദൻ ജാതിയുടെ ആളായിരുന്നു, ജാതി എതിർത്ത ആളല്ല. ഇതൊക്കെ കറക്റ്റാണത്. ജാതിയെ എതിർത്ത ആളല്ല. EMS ഒക്കെ പറഞ്ഞ പോലെ ജാതി എതിർത്തിട്ടില്ല അദ്ദേഹം. ജാതി എന്ന സ്ഥാപനത്തെ അംഗീകരിച്ചു. അതേസമയം ജാതിയിൽ അധിഷ്ഠിതമായ സാമൂഹ്യ ക്രമത്തെ എതിർത്ത ആളാണ്. ജാതിയിൽ ആധിപത്യം, സമൂഹത്തിൽ ജാതിക്ക് ആധിപത്യം കിട്ടുന്ന ഒരു സാമൂഹ്യ ക്രമത്തെ എതിർത്ത ആളാണ്. അത്രത്തോളം പോസിറ്റീവാണ്. ആ പോസിറ്റീവ് എങ്ങനെയാണ് ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്കും പൗരാവകാശ പ്രക്രിയയ്ക്കും അനുകൂലമാകുക, ഒരു തൊഴിലാളി വർഗത്തിന് അനുകൂലമാകുക എന്ന അന്വേഷണമാണ് ഞാൻ നടത്താൻ ശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ഒരു വലിയ കാര്യത്തിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ പോകാനാവില്ല. അടാട്ട് മാഷ് പറഞ്ഞ പോലെ ഞാൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇത് കഴിഞ്ഞു, പിന്നെ വായിക്കുന്നവരാണ് അത് തീരുമാനിക്കുന്നതും
അതിൽ തെറ്റും ശരിയൊക്കെ. അതിൽ തെറ്റായാലും ശരിയായാലും ഞാൻ വളരെ നിറഞ്ഞ മനസ്സോടെ ഞാനതിനെ സ്വീകരിക്കുന്നു. നിങ്ങൾ തന്ന സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം, അഭിവാദ്യങ്ങൾ. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നന്ദി പറയുന്നതിന് വേണ്ടി പേര് പറയട്ടെ. എൻ്റെ പേര് സന്തോഷ്. നമ്മൾ വായനശാലയിൽ ഒരു പ്രവർത്തകനാണ്. നമ്മൾ ചർച്ച ചെയ്തപ്പോഴേ പുസ്തകം ചർച്ച ചെയ്ത് ഈ സമകാലീന സാഹചര്യത്തിൽ ഇങ്ങനൊരു പുസ്തകം എഴുതാനും അത് ചർച്ച ചെയ്യാനൊക്കെ ഉണ്ടാവുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ വിവേകാനന്ദനുണ്ട്, ശങ്കരാചാര്യരുണ്ട്, ശ്രീരാമകൃഷ്ണ പരമഹംസരുണ്ട്, ശ്രീനാരായണ ഗുരുണ്ട്, ഇവരൊക്കെ ഉണ്ട്. ഇതുപോലെയുള്ള സന്യാസിമാർ ശ്രദ്ധിക്കപ്പെട്ടുള്ള അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ടുള്ള ഒരുപാട് നമ്മുടെ നെപ്പോളിയനേക്കാളും അല്ലെങ്കിൽ ഹിറ്റ്ലറേക്കാളും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെക്കാളും വലിയ യുദ്ധവും പിടിച്ചടക്കലൊക്കെ ചെയ്ത ആൾക്കാരെക്കാളൊക്കെ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. വിവേകാനന്ദന് ആദരത്തിലുള്ള ഒരാളാണ്. ഇവരെക്കാളൊക്കെ വലിയ സ്വാധീനം ഉണ്ടായി. എന്തുകൊണ്ടുണ്ടായി അതന്വേഷിക്കണം. ഗാന്ധിക്ക് എന്തുകൊണ്ട് സ്വാധീനം ഉണ്ടായി അതന്വേഷിക്കണ്ടായി. അപ്പോൾ ആ തരത്തിലുള്ള അന്വേഷണങ്ങൾ വരുമ്പോഴാണ് നമ്മളിവിടെ ഒരു നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന ഒരു പള്ളി പൊളിച്ചു കളഞ്ഞു. ആ പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു അമ്പലം സ്ഥാപിച്ചു. അമ്പലം സ്ഥാപിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സുപ്രീം കോടതി വിധിയാണ്. അത് സ്വാധീനിക്കപ്പെട്ട വിധിയാണ്. ആര്? സംഘപരിവാറിനാൽ സ്വാധീനിക്കപ്പെട്ട, സർക്കാരിനാൽ സ്വാധീനിക്കപ്പെട്ട, പൈസ കൊണ്ടും സ്വാധീനം കൊണ്ടും സ്വാധീനിക്കപ്പെട്ടൊരു വിധി സമ്പാദിക്കുകയും അവിടെ ഒരു ദൈവപ്രതിഷ്ഠ നടത്തണം. ശ്രീരാമൻ എന്ന് പറയുന്നൊരു ദൈവപ്രതിഷ്ഠ നടത്തണം. യഥാർത്ഥത്തിൽ ഹൈന്ദവ ആചാരങ്ങളുടെ ഹൈന്ദവ രീതിയിലുള്ളൊരു താന്ത്രിക ആയിട്ടുള്ള ആചാരാനുക്രമങ്ങളൊന്നും ഭാഗമായിട്ടല്ല. അവിടെ ഒരു സെമറ്റിക് മത പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അമ്പലത്തിൻ്റെ ഘടന തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അവർക്ക് ഈ പണിത ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയൊക്കെ ന്യൂനപക്ഷത്തിനുങ്ങൾക്കുള്ളൊരു ഓറിയൻറ്റേഷൻ, ആ തരത്തിലുള്ള ജനങ്ങളുടെ ആ ഒരു ഓറിയൻറ്റേഷനാണ് അവർ ലക്ഷ്യമാക്കുന്നത്. എങ്ങനെ ഈ മതത്തിനെ ഒരു സംഘടനാപരമായിട്ട് ദുരുപയോഗിക്കാം, അല്ലെങ്കിൽ അത് വോട്ടാക്കി മാറ്റാം, എങ്ങനെ ഒരു അധികാരത്തിലേക്ക് എത്താം, ഇതാണ്. അവിടെ നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് നമ്മുടെ നാട്ടിൽ. ആ ഒരു അവസരത്തിൽ ആകെ എതിർക്കാനായിട്ട് നമുക്ക് ഒരു ടൂളും ഇല്ല. ആകെ ഉണ്ടായിരുന്നത് ശങ്കരാചാര്യ മഠത്തിനാണ്. അവർ പറഞ്ഞു ഞങ്ങൾ ഈ പരിപാടിക്ക് വരില്ല, ഇതിൻ്റെ പരിപാടിയല്ല എന്ന് പറഞ്ഞു. നമ്മുടെ ഹൈന്ദവ ആചാരപ്രകാരമുള്ള പരിപാടിയല്ല. അവിടെ ദേശാഭിമാനിയിലോ അല്ലെങ്കിൽ കൈരളി ടി വിയിലൊക്കെ ഉപയോഗിച്ച സംഗതി ഇതാണ് ഏറ്റവും കൂടുതൽ. അതെങ്ങനെ നമുക്ക് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഒരു വള്ളി പൊളിച്ചു കളഞ്ഞു. അവിടെ അമ്പലം പണിയാണ്, അധികാരത്തിൻ്റെ ഭാഗമാണ്. അവിടെ എങ്ങനെ അത് സംഭവിക്കണം? ഇപ്പോൾ നമ്മൾ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ, ഈ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ പിടിച്ചതാരാ? മോഹൻലാൽ, മുരളി ഗോപി, പൃഥ്വിരാജ്. ഈ പറയുന്ന ആളുകളൊന്നും കമ്മ്യൂണിസ്റ്റുകാരില്ല, ഇടതുപക്ഷക്കാരില്ല, പുരോഗമനപക്ഷം നിന്ന് നമ്മൾ അടിച്ചുറപ്പിച്ച ആളുകളൊന്നല്ല. പക്ഷെ അവരൊരു സന്ദേശം കൊടുത്തു. ആ സിനിമയിൽ വധിക്കപ്പെടുന്ന ഒരു ഹിന്ദു മാതാവുണ്ട്. ആ മുസ്ലിങ്ങൾക്ക്, ആ കലാപത്തിലെ ഇരകൾക്ക് സംരക്ഷണം കൊടുത്ത മാതാവാണ്. അവരെയാണ് ആദ്യം വെടിവെച്ചിടുന്നത്. ആര്? സംഘപരിവാറുകാർ വെടിവെച്ചിടുന്നത് ഇന്നലെ നടന്ന യാഥാർത്ഥ്യമാണ്. നമ്മുടെ പാർലമെൻറ്റിൽ ഉള്ള പറയാൻ നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ ആ തരത്തിലൊരു എം പിക്ക് സുരേഷ് ഗോപിനെ ചൂണ്ടിയിട്ട് പറയാൻ പറ്റുള്ളൂ. വാസ്തവത്തിൽ അവിടെ ഇരിക്കുന്ന യഥാർത്ഥത്തിൽ കലാപത്തിൽ പങ്കെടുത്ത് അതരത്തിൽ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ നടത്തിയ യഥാർത്ഥ പ്രതികൾ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അവരെടുത്ത് വിരൽ ചൂണ്ടാൻ പറ്റാതെ സുരേഷ് ഗോപിയുടെ മേത്ത് വിരൽ ചൂണ്ടുന്ന രീതിയാണ് നമുക്കുണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഈ തരത്തിലുള്ള ആശ്രയങ്ങൾ വേണ്ടി വരും. ആ ആശ്രയങ്ങൾ ഏതാണ് എന്ന് നമ്മൾ ഈ നമ്മുടെ പിൻതലമുറയിൽ നിന്ന് ഇത്തരം സന്യാസിമാരിൽ നിന്ന് കണ്ടെത്തേണ്ടി വരും. ആ തരത്തിലുള്ള ധാരാളം ഇൻപുട്സ് യഥാർത്ഥത്തിൽ സദാനന്ദ മാഷ് ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. വിവേകാനന്ദൻ്റെ വാക്യങ്ങളായിട്ട് ശങ്കരാചാര്യരെ നമ്മൾ ഇതുപോലെ ഇത് പറയും. ബ്രഹ്മസൂത്രത്തിന് ഭാഷ എഴുതിയതാണ് ആള്. ജാതിനും ബ്രാഹ്മണ പാരമ്പര്യത്തിനൊക്കെ മേലെ പൊക്കി പിടിച്ചിട്ട്
യഥാർത്ഥത്തിൽ ആൾ മനീഷ പഞ്ചക ആൾ തന്നെയല്ലേ എഴുതിയിട്ടുള്ളത്. അതിനെ നമ്മളെങ്ങനെ വ്യാഖ്യാനിക്കും? മാഷോട് പറയണ്ടായി ഇതിനെക്കുറിച്ച്. അതിനെ നമ്മളെങ്ങനെ വ്യാഖ്യാനിക്കും? അത് നമ്മൾ പഠിക്കണ്ടേ? സുനിൽ പിള്ളയുടെയൊക്കെ പലപ്പോഴും പറയേണ്ടതുണ്ട്, ഗാന്ധി ആദ്യം പറഞ്ഞ കാര്യങ്ങളല്ല പിന്നീട് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ആ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞല്ല പിന്നീട് പറഞ്ഞിട്ടുള്ളത്. ഒരു മനുഷ്യന് വളർച്ചയുണ്ട്. ഈ മനുഷ്യൻ്റെ വളർച്ച അവസാന കാലത്ത് മനീഷ പഞ്ചക എഴുതിയിട്ടുള്ള ഒരാൾ മുന്നേ ഒരു ഗ്രന്ഥത്തിന് വ്യാഖ്യാനം എഴുതിയുള്ളതാണ്, അല്ലെങ്കിൽ പ്രകരണ ഗ്രന്ഥമായിട്ട് എഴുതിയിട്ടുള്ളതാണ്. അതാണോ നമ്മൾ പിടിക്കേണ്ടത്? അവസാനം പറഞ്ഞ ചണ്ടാളനെയാണ് നമ്മൾ ഗുരുവായിട്ട് അംഗീകരിക്കേണ്ടത്. ഇവിടെ ജാതി, മതം, മറ്റ് ഒരു വർണ്ണ ഒരു ഭേദങ്ങളും ഇല്ല. ഗുരുവായിട്ട് അംഗീകരിക്കേണ്ടത് നമ്മുടെ സർവാത്മന ബുദ്ധിയാണ്. നമ്മളാ ചണ്ടാളനെയാണ് ഗുരുവായിട്ട് അംഗീകരിക്കുന്നത്. ആര്? ഈ ബ്രാഹ്മണ പാരമ്പര്യത്തെ പൊക്കിപ്പിടിച്ചു നടക്കുന്ന പറഞ്ഞ ശങ്കരാചാര്യരാണ്. ഇതുപോലെ വിവേകാനന്ദന ഈ തരത്തിൽ പറയുന്നതിലല്ല, വിവേകാനന്ദനിൽ എന്ത് കിട്ടും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആ തരത്തിലുള്ളൊരു പുസ്തകം എന്നുള്ള നിലയ്ക്ക് ഓരോ അധ്യായം ഈ വായനശാല ക്രിയാത്മകമുള്ളൊരു ചർച്ചയ്ക്ക് ഒരു കൂട്ടായ വേദി ഉണ്ടാക്കി ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ തരത്തിലുള്ള പുസ്തകങ്ങൾ ധാരാളം ഉണ്ടാവണമെന്നും അതിൻ്റെ ദാർശനികമായിട്ടുള്ള സംഗതികൾ ചർച്ച ചെയ്ത് വ്യാഖ്യാനിച്ച് ആ തരത്തിൽ നമുക്കത് ഗുണപരമല്ല എന്ന് വരുത്തി തീർക്കലല്ല ഈ പുസ്തകത്തിൻ്റെ സാങ്കത്യം. നമ്മുടെ ആ ഒരു എന്താണ് നമ്മുടെ രാഷ്ട്രീയ കാലാവസ്ഥ, എന്താണ് നമ്മുടെ സമൂഹത്തിലെ ഇന്നത്തെ പ്രതിസന്ധി, ആ പ്രതിസന്ധിയിൽ നമ്മൾ മറികടക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് വിഭവങ്ങൾ ഈ നാട്ടിലുണ്ട്, ഈ സാംസ്കാരിക ലോകത്തുണ്ട്, ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് ഗുണപരമായില്ല ഇവിടെ നടന്ന പുസ്തക ചർച്ച പൊതുവിൽ എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. മറ്റു ചോദ്യങ്ങളില്ല. നന്ദി പറയുന്നതിന് വേണ്ടി സിന്ധു കാറ്റിനടത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഇത്രയും നല്ലൊരു പരിപാടി വെച്ചിട്ടൊരു വെട്ടം വെളിച്ചില്ല, അതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. നമ്മുടെ ഈ പുസ്തക ആസ്വാദന ചർച്ച ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട നമ്മുടെ MLA മുരളിയേട്ടനെ യുവജന സമിതി പൊതുവായനശാലയുടെ പേരിൽ വളരെ സ്നേഹത്തോടെ നന്ദി പറയാണ്. ഒപ്പം മുഖ്യ പ്രഭാഷണം നടത്തിയ ധർമ്മരാജ മാഷിനും ചർച്ചയിൽ പങ്കെടുത്ത ഉണ്ണിമാഷ്, ചാക്കോ മാഷ്, സുർജി, എല്ലാവർക്കും വായനശാല കമ്മിറ്റിയുടെ പേരിൽ ഏറെ ബഹുമതത്തോടെയും സ്നേഹത്തോടെയും കൂടെ നന്ദി പറയാണ്. ഒപ്പം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയാണ്. താങ്ക് യു.